ഇത് വരും. അപ്പോൾ അവർക്ക് തലക്കൊന്ന് പിടിക്കണം, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവരേതെങ്കിലും ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ പോയിട്ട് വന്ന വഴിക്ക് ഇവിടെ ആൾക്കാരെ കൂടി നിൽക്കണ കാണുമ്പോൾ കയറണതാണ്. കയറുമ്പോൾ അങ്ങനെ ചുളിവിൽ ഒന്ന് തലക്കുടിപ്പിക്കുകയും ചെയ്യാവുന്നത്. പക്ഷെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സൗഖ്യപ്പെടാനുള്ള വിശ്വാസമില്ല. ഈ സൗഖ്യപ്പെടാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു വിശ്വാസമാണ്. അങ്ങനെ ഒരു വചനം തന്നെ കർത്താവിൻ്റെ പുസ്തകത്തിലുണ്ട്. അതെടുത്ത മോനെ, അപ്പോസ്തല പ്രവർത്തനം 14 അധ്യായം 9 വാക്യം. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഉറപ്പിച്ച് നിൽക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷെ പറഞ്ഞപ്പോഴെന്ത് പറ്റി? അവൻ നടക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്താണ്? ഈ വചനം കേട്ട് അവൻ്റെ വിശ്വാസ ലെവല് കൂടി സൗഖ്യം ഏത് സമയത്തും കത്ത് പിടിക്കുന്ന അവസ്ഥയായി. ഏത് സമയത്തും വിശ്വാസം കത്തുന്ന അവസ്ഥയിലായി. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും അതുകൊണ്ട് തന്നെ കൃപാസനത്തിലാണെങ്കിൽ ഒരാൾ റോഡിൽ നിന്ന് കയറി വന്നതൊന്നും പ്രാർത്ഥിക്കത്തില്ല. എന്താ കാര്യം? ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. അവർക്ക് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കാണുന്നെങ്കിൽ അവർക്ക് ആ വിശ്വാസം അവർ ഏതെങ്കിലും രീതി എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലക്ക് പിടിച്ച് നിന്ന് പിടിച്ചേക്കാൻ പറഞ്ഞ് നടക്കത്തില്ല. കാര്യം അവർ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ തലക്ക് പിടിച്ചിട്ടും കാര്യമില്ല. അതൊരു കോമൺ ബ്ലെസ്സിങ് അല്ലേ? കൃപാസന ഒരു കോമൺ ബ്ലെസ്സിങ്ങിൻ്റെ സ്ഥലമല്ല. ശരിക്കും ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് സാക്ഷികളായി അവൻ മാറണം. അവൻ സാക്ഷികളാവുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ പ്രോജക്റ്റ് എടുക്കത്തുള്ളൂ. നമ്മൾ ഈ അപ്പോസ്തല പ്രവർത്തനം 14:9 ഇല്ലേ? ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നത് അതൊരു ഒക്കൾട്ട് വേടെന്ന് ഞാൻ ഇതിനൊക്കെ വിളിക്കണത്. ദൈവശാസ്ത്രപരമായ വിളിയൊന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്സാണ്. ഞാനിതിനെ ഒക്കൾട്ട് വേടെന്ന് വിളിക്കുക, ഹിഡൻ ട്രഷർ എന്ന് വെച്ചാൽ ദൈവവചനത്തിൽ ആവർത്തിക്കാൻ സിംഗിളായിട്ട് മാത്രം പ്രൊഫസ് ചെയ്തിരിക്കുന്ന വാക്കുകളുണ്ട്. അതൊന്നാണ് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം.